ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ പുതിയ വീട്ടിൽ നിന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫുൾ ഡേ മെയിൻ ലൈഫ് ഒന്നുമല്ല കേട്ടോ. അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് കുറേശ്ശായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവില്ലേ എന്നൊക്കെ മുഴുവൻ കണ്ടു നോക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് ഇട്ടാൽ കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. വൈകുന്നേരം അടുത്താണ് നമ്മളിവിടെ പാടായത് കാരണം ഒരു മരം തട്ടും തടസ്സമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ നല്ല പഞ്ഞിക്കെട്ട് വെച്ച പോലെ ഉണ്ട് കാണാനേട്ടാ. അപ്പോൾ ഇത് രാവിലെ നീറ്റ് വയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ പാത്രങ്ങളൊക്കെ ഓരോന്നോരോന്ന് എടുക്കണത് തിരക്കായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ അലുമിനിയം പാത്രങ്ങൾ എടുക്കണ സമയത്ത് നമ്മളോട് കടയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേടിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തേച്ച് കൊടുക്കാൻ കേട്ടോ പാത്രത്തിൻ്റെ ഉൾഭാഗത്തൊക്കെ. അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറുപ്പ് കളറാവുമല്ലോ പുതിയ പാത്രമൊക്കെ വെക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ചില വെള്ളത്തിൻ്റെ ഇതൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഡ്ഡലിയാണ്, ഇഡ്ഡലി പാത്രമാണല്ലോ എടുത്തത്. അപ്പോൾ നമ്മുടെ ഇളച്ചി നല്ല സാമ്പാർ കഷ്ണമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് സാമ്പാറും ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനിടയ്ക്ക് പുറത്ത് നല്ല വമ്പ മഴ പെയ്തു കേട്ടോ. പിന്നെ ഇത് ഞാൻ പിന്നൊരു ദിവസം എടുത്താണ് കേട്ടോ. നമുക്ക് രാവിലെ നേരം വെളുത്ത് 6 മണിക്കിട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്കോ അകത്തേക്കൊന്നും ലൈറ്റിൻ്റെ ആവശ്യമില്ല. കണ്ടോ, നേരിട്ട് വിറ്റാമിൻ ഡി ഒക്കെ കൊണ്ടുകൊണ്ട് പാചകം ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ഒരു ദിവസം പുട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അന്നത്തെ ദിവസം കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാങ്ക് കൊടുത്തു നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴൊക്കെ നല്ല വെളിച്ചം തന്നെയാണ് കേട്ടോ. നമുക്ക് കട്ടനൊന്ന് പൊതിച്ച് വെച്ചാൽ മതി, നല്ല വെളിച്ചമാണ് അകത്തേക്ക്. പിന്നെ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ വേറെ കാര്യം കേട്ടോ. പിന്നെ അതിന് ശേഷം നല്ല മഴ പെയ്തു. ഇക്കാകതങ്ങനെ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ കയറിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴ പെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് തോരണമൊന്നുമില്ല. അതിനിടയ്ക്ക് ചായ ഉണ്ടാക്കി ഒഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോഴും നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് സെറ്റായി വരുന്നുള്ളൂ കേട്ടോ. ഓരോ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ എടുക്കാൻ ഭാഗത്തേക്കായിട്ടുള്ള റെഡി ആയിട്ടുണ്ട് ഇല്ല എന്ന് പറയട്ടോ മുഴുവനായിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീടിൻ്റെ ഒക്കെ ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടോ ഇല്ലെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരം ആയിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഹംദാൻ ഉണ്ട് കേട്ടോ, ഇളയച്ചൻ്റെ കുട്ടിയാണ്. ഓനക്ക് പുറത്തേക്ക് ഇറങ്ങാനിട്ട് ഓനകത്തിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ സമയത്തേ ഓനെ വിടാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ അവനക്ക് എത്തുന്ന ഭാഗത്തിനായ കാരണം കൊണ്ട് അവനതൊക്കെ തുറന്ന് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് വിടുന്നില്ല കേട്ടോ. അപ്പോൾ സൈക്കിളുമ്മേ കയറാനാണ് ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. ഓടിക്കാനും സമ്മതിക്കണില്ല, ഓനെ കയറ്റ് വേണേനും പറഞ്ഞിട്ട്. അതിനിടയ്ക്ക് വെള്ളത്തിലൊക്കെ കളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കമിഴ്ത്തി വെച്ച് കൊടുത്തു, അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞു. അതിന് മിന്നൂസ് വന്നാക്കി നോക്കുമ്പോൾ ഓള് കയറുന്നുണ്ടാക്കുമ്പോൾ പിന്നെയും തുടങ്ങിയിട്ടാവും ഇന്നെന്നാന്ന് വിളിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ആളിത് നമ്മൾ കയറി വെക്കുമ്പോൾ ഹാപ്പി ആയിട്ട് അപ്പോൾ ടാറ്റൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്താനും ആയിട്ടില്ലല്ലോ എന്നെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഒരാൾ ഇരിക്കുമ്പോഴേ ഓനെ കയറ്റിരുത്താൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ പാടത്ത് ഇങ്ങനെ കണ്ടംപൂട്ടലും ഞാറ് നടലും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ് കേട്ടോ. ഇവരിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വരും. അപ്പോൾ ഇത്രയും സ്ഥലം നമുക്കുള്ളത് മൊത്തം ഇങ്ങനെ മെറ്റിലെ കെട്ടാനും കൊണ്ട് അവർക്ക് ശല്യം കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് നമ്മളെ വടക്കേ പുറത്തുനിന്ന് സൗണ്ട് കേട്ടപ്പോൾ നോക്കിയതാണ്. ഇവിടെയൊക്കെ കണ്ടം പൂട്ടുന്നുണ്ട് കേട്ടോ. ഞാറ് നടാനായിട്ട് മാഷാ അല്ലാഹ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളെ റബ്ബിൻ്റെ സൃഷ്ടിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു കൗതുകം. നമുക്ക് സത്യം പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഇങ്ങനെ കാണാനും ഇതിനും അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. നമുക്ക് നാല് വെറും മരങ്ങളാണ് തറവാട്. അപ്പോൾ അതേനെ കാണില്ല. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അമ്മനെ പറയുന്നുണ്ട്, പുറത്തിരുന്ന് ആകാശത്ത് നോക്കുമ്പോൾ എന്താ അല്ലേ പഠിച്ചോൻ്റെ ഒരു കഴിവ് പറയുന്നുണ്ട് കേട്ടോ. സംഭവം നല്ല ഭംഗി, നല്ല പഞ്ഞിക്കട്ട പോലെ ഇങ്ങനെ ഓരോരോ ആകാശത്ത് ഇങ്ങനെ മഞ്ഞുകൾ എന്താ പറയുക മേഘങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ റബ്ബിനെ ശുക്ർ നമുക്ക് എത്രയും പറഞ്ഞാൽ തീരൂല കേട്ടോ. അള്ളാൻ്റെ കഴിവുകൾ ഓരോന്നായിട്ട് പറഞ്ഞാലും നമുക്ക് തീരൂല, അത്രയും കഴിവുകൾ. ഇത് സത്യം പറഞ്ഞാൽ നോക്കി എന്തോ ഒരു ഭംഗിയാണ് കാണാൻ, ഇഷ്ടമാണ് മാഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ അയൽവാസിയുടെ വീട്ടിലത്തേന് കേട്ടോ ഈ ഒരു ഇരുമ. പിന്നെ ഞാനൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ കുറേ ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ അങ്ങനെ ഒരു നേരം കിട്ടാത്തൊരു കാരണം കൊണ്ടാണ്. എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഇടുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പം ഇനി നമുക്ക് ഒരു ഫുൾ ഡേ മെയിൻ ലൈഫൊക്കെ ആയിട്ടൊക്കെ പറ്റുന്നത് പോലെ ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ ഒരു പച്ചക്കറി കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കയ്പ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു. കയ്പ്പ കൊണ്ടാട്ടമൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നമ്മൾ തറവാട്ട് അവിടെ ആകുമ്പോഴും വീട്ടിൽ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് കൊണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു നുള്ളൽപ്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക, എന്നിട്ട് ഉണക്കുക ചൂടാറിയതിന് ശേഷം. അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് കേട്ടോ. കയ്പ്പ കൊണ്ടാട്ടം ഉമ്മ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല വെയിലുള്ള ദിവസമാണെന്ന് വെച്ചെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഉണങ്ങും. അല്ലാന്ന് വെച്ചാൽ 2 ദിവസം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കൊണ്ട്
കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ കുറച്ച് വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയും കാണിക്കേണ്ടത് പറയണ്ട കേട്ടോ. അപ്പോൾ വേറെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് കുറച്ച് പറയും വേണം, അതാണ് സംഭവം ഇങ്ങനെ പിന്നെ തന്നെ ഇട്ടത്. അപ്പോൾ ഇൻഷാ നമ്മളെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇന്നത്തെ ഇഷ്ടമായില്ലെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്ന കൂട്ടുകാരുടെ വെച്ചെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കേട്ടോ സപ്പോർട്ട് ഞങ്ങളുടെ കൂടൊപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാർപ്പിൻ്റെ മേലെ കയറിയിട്ടുള്ള വ്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, നമ്മളെ 4 പുറം പാടായിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ എടുത്തിട്ട് എല്ലാതും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.